ഫ്ലാഷ് ബാക്ക്. മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല. വേദിയിലുള്ള എല്ലാവരും പറഞ്ഞതാണ് വെറുതെ ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് മാത്രം കിട്ടിയത്. എടാ എനിക്കതൊന്ന് കാണണ്ട തന്നെയാ. ഇവിടെ മോല് കണ്ടോ? ഇവളാള് കൊള്ളാമല്ലോ. അത് ശരിയാ അല്ലേ? ഒന്നാം സമ്മാനത്തോടെ കലാതിലകമായത് അന്ന് തന്നെ സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങിയ അമ്പിളി ദേവി. തൊട്ടു പിന്നിലായി പോയത് വി ധന്യ എന്ന ഇന്നത്തെ നവ്യ നായർ. മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല. വേദിയിലുള്ള എല്ലാവരും പറഞ്ഞതാണ് ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് മാത്രം കിട്ടിയതാ കുട്ടി. ബെസ്റ്റ്. കലാതിലകം ലഭിക്കാതെ പോയി കരയുന്ന എന്നെ കണ്ടിട്ടുള്ളവരായിരിക്കും അധികം. സത്യം പറയാം, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. മോശം അഭിപ്രായം. ഈ 15-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്കുണ്ടാവുന്ന പക്വതയും അറിവും ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് തന്നെയാണ് കലാതിലകം. എന്നെ വിഷമിപ്പിച്ചത് മറ്റൊന്നുമല്ല, എനിക്ക് പ്രൈസ് കിട്ടാഞ്ഞതല്ല. ശരിക്കും 1ാം സ്ഥാനവും A ഗ്രേഡും ഒക്കെ നേടിയ ഞാൻ പെട്ടെന്ന് B ഗ്രേഡിലേക്ക് തള്ളപ്പെട്ടു. വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ട്. അറിയാതെ ചില കുറ്റപ്പെടുത്തലുകളും എന്റെ ഭാഗത്ത് നിന്നും. കുട്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ വിളവെടുത്തതാ അല്ലേ? സത്യത്തിൽ മറ്റേ കുട്ടി എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിന്റെ പെർഫോമൻസ് പോലും കണ്ടിട്ടില്ല.